എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ ആദ്യ ഏകദിന മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകൾക്കും ഒരേ സ്കോർ വന്നതോടെയാണ് മത്സരം സമനിലയിൽ പിരിഞ്ഞത്. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 230 റൺസാണ് എടുത്തത്. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയും അതേ സ്കോറിൽ തന്നെയായിരുന്നു മത്സരം അവസാനിപ്പിച്ചത്. മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വളരെ മികച്ച ഒരു മത്സരമായിരുന്നു ഇന്നത്തേത്. ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരം സമനിലയിൽ ആയതിൽ എനിക്ക് കുറച്ച് നിരാശയുണ്ട്. ഇന്ന് ഞങ്ങൾ ബാറ്റിംഗിൽ കുറച്ച് വീക്കായി പോയി. ഒരുപക്ഷേ KL രാഹുലിന് പകരം സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ ഈ മത്സരം ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നു. സഞ്ജു ഏകദിന മത്സരങ്ങളിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ശ്രീലങ്കയും നന്നായി തന്നെ കളിച്ചു. അതുപോലെ തന്നെ ബൗളർമാർ നന്നായിട്ട് പെർഫോം ചെയ്തു. എന്തായാലും ഇന്ത്യൻ കളിക്കാർ എല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ഇന്ന് കിട്ടിയില്ല. പക്ഷേ എന്തുതന്നെയായാലും ഇന്നത്തെ മത്സരത്തിൽ പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കി ഇതിലും ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചുവരും എന്നും രോഹിത് വ്യക്തമാക്കി. ഇന്നത്തെ മത്സരത്തിൽ ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് മത്സരം സമനിലയിൽ അവസാനിച്ചതും. എന്തുതന്നെയായാലും വരും മത്സരങ്ങളിൽ ഇന്ത്യ ഇതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചുവരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.